അങ്ങനെ ഇത്തവണ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് എന്ന സ്ഥലം കാണുക, അവിടുത്തെ എന്തൊക്കെയാണ് കാണാനുള്ളത്, പിന്നെ അവിടുത്തെ ഫുഡ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും കോഴിക്കോടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതും ആ സ്ഥലത്തുള്ള ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഫുഡ് എവിടെയാണ് കിട്ടുക, നമുക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നത് വരെയുള്ളതാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കാണാം കോഴിക്കോടിൻ്റെ വിശേഷങ്ങൾ. ഇടതുഭാഗത്ത് കാണുന്നതാണ് കാപ്പാട് കടപ്പുറം. ആ കാപ്പാട് കടപ്പുറത്തിൻ്റെ അടുത്തുള്ള റോഡ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, വാസ്കോഡ ഗാമ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ കാപ്പാട് നമ്മുടെ ബീച്ചിനോട് നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് വഴി. ഈ വഴി ഇങ്ങനെ ഒരു ചെറിയ കയറ്റമുണ്ട്, ഒരു മലയുടെ മുകളിൽ കയറുന്ന പോലെയാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്ക് വളരെ പിന്നെ ഇങ്ങനെ ഒരു നല്ല മരങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് വെച്ച് പിടിപ്പിച്ച സുന്ദരമായൊരു സ്ഥലത്ത് എത്തിച്ചേരും. ഇതാണ് വാസ്കോഡ ഗാമ റിസോർട്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ ബീച്ചിൻ്റെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം. ഇതാണ് പ്രശസ്തമായ കാപ്പാട് കടപ്പുറം. അപ്പോൾ ഈ കാപ്പാട് കടപ്പുറത്തോട് അടുത്ത് തന്നെ ഒരു മനോഹരമായ ബീച്ചുണ്ട്. ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു ബീച്ചാണ്. അതുകൊണ്ട് തന്നെ അതിന് അവരൊരു പേയ്മെൻറ്റ് മേടിക്കുന്നുണ്ട്. അഡൽട്ട്സ് ആണെങ്കിൽ 25 രൂപയും കുട്ടികൾക്കാണെങ്കിൽ കിഡ്സിനാണെങ്കിൽ 10 രൂപയുമാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗേറ്റിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ ഈ ഗേറ്റിലേക്ക് നടന്നെടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് കാണാം. ആ ബീച്ചിനെ എത്രയായിട്ട് വേർതിരിച്ചിരിക്കുന്നു, ഏതൊക്കെയാണ് ബീച്ചിൽ നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം. തൊട്ടടുത്ത് തന്നെ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നിന്ന് നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് മനോഹരമായ കാപ്പാട് ബീച്ച് നല്ല രസമാണ് കാണാൻ. നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അവിടെ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ സന്ധ്യ ആകുന്നതോടുകൂടി ഈ ബീച്ചിൻ്റെ ഭംഗി വളരെയധികം കൂടുന്നതാണ്. ആ സൂര്യൻ അസ്തമിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ലൈറ്റും ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വരുന്നവർക്ക് വളരെ മനോഹരമായ ഒരു സ്ഥലമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കാപ്പാട് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക്.
ബീച്ചിന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ടത് കിട്ടും. നെല്ലിക്ക, മാങ്ങ, പേരയ്ക്ക, ബേറാപ്പിള്, അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോകണം. കാര്യം ഇതിന് അടുത്തൊന്നും അധികം നല്ല റെസ്റ്റോറൻറ്റ് ഉള്ളതായി കണ്ടില്ല. അവിടെ നിന്നൊരു 2 കിലോമീറ്റർ പുറത്തോട്ട് പോകുമ്പോൾ ഡൈൻ ഹൗസ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു, അത് നമുക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, കോഴിക്കോടിൻ്റെ തനതായ രുചി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്ന തരത്തിലുള്ള ഫുഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ ചെന്ന് കയറിയതാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പൊറോട്ട എന്നൊക്കെ പറഞ്ഞാൽ ഉഗ്രം പൊറോട്ട, ബിരിയാണി. അപ്പോൾ രാത്രിയാണെങ്കിൽ പോലും നമ്മൾ ആ ബിരിയാണിയൊക്കെ കഴിച്ചു. അതാണ് ഈ കാണുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എന്നാൽ വളരെ കോസ്റ്റ്ലി ഒന്നുമല്ല. നല്ലൊരു ആംബിയൻസ്, നല്ല വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ്. നമുക്ക് അതിൻ്റെ കിച്ചൺ വരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ച് വീണ്ടും തിരിച്ച് നമ്മൾ താമസിക്കുന്ന വാസ്കോ ഡ ഗാമ റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് കോഴിക്കോടിൻ്റെ ഒരു രാത്രി കാഴ്ചകളൊക്കെ കഴിഞ്ഞു നമ്മൾ റൂമിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മൾ പകൽ സമയത്ത് പോയ ആ വഴിയാണ് ഇപ്പോൾ കാണുന്നത്. രാത്രിയിൽ ചെന്ന് കയറുമ്പോൾ ഇങ്ങനെയാണ്.